ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് നമുക്ക് പരീക്ഷണങ്ങൾ നടത്താനുള്ള ഒരു പരീക്ഷണശാലയാണ്. അപ്പോൾ ഞാൻ ഈ കാണിക്കാൻ പോകുന്ന ടിപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ജോലിക്ക് പോകണവർ അതേപോലെ സ്കൂളിലേക്ക് കുട്ടികൾ പോവാക അങ്ങനെയൊക്കെയുള്ള തിരക്കിൽ നമുക്കത് കുറച്ച് സമയം ചൂടാറാൻ വെക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഇളക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇഡ്ഡലി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ ഇഡ്ഡലിക്ക് എന്താണ് ഈ ഒരു കളറെന്ന്. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ക്യാരറ്റ് ചേർത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സമയങ്ങളിൽ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കറിയുടെ ടേസ്റ്റ് കളയാതെ വെള്ളമൊന്നും ചേർക്കാതെ എങ്ങനെയാണ് ഉപ്പ് ബാലൻസ് ആക്കി എടുക്കുന്നത് എന്നുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഏത് കറി ആയിക്കോട്ടെ, നിങ്ങൾ ഉപ്പ് കൂടിയ സമയത്ത് ഇതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൽ എന്ത് ചെയ്യണം, ഒരു ചെറിയ ഹോളുകൾ ഒരു കത്തി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കത്തി എടുത്തിട്ട് നിറയെ ഹോളിട്ട് കൊടുക്കുക. ഇനി ആ ഉരുളക്കിഴങ്ങിന് നമ്മൾ ഉണ്ടാക്കിയ കറിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയം തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറിയൊക്കെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റുള്ള കറിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളകൊക്കെ മേടിച്ച് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറേ ദിവസം അത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ചീഞ്ഞു പോവാതെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ പച്ചമുളകൊക്കെ മേടിച്ച് വെച്ച സമയത്ത് ഇതുപോലെ അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചമുളക് നല്ല ഫ്രഷായിട്ട് മാസക്കണക്കിന് ഇരിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ പച്ചമുളക് എന്നല്ല, ഇതേപോലെ തന്നെ നമുക്ക് മല്ലിച്ചപ്പ്, പുതിന അതൊക്കെ ഇതേപോലെ ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ചതച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മിക്സിയിൽ അരച്ചെടുക്കണം. എന്നിട്ട് അതൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മാസക്കണക്കിന് അത് കേടുകൂടാതെ ഇരിക്കുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിലക്കടല, അതേപോലെ നമ്മൾ കറിയൊക്കെ വെക്കുന്ന കടലകൾ അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുന്നതായിരിക്കും. നിലക്കടലയിലൊക്കെ ചെറിയൊരു പൂപ്പൽ കാര്യങ്ങൾ അതൊക്കെ വരും. അപ്പോൾ അതൊന്നും വരാതെ ഫ്രഷായിട്ട് ഇരിക്കാനാണ്. പിന്നെ നമ്മൾ കറിവേപ്പിലൊക്കെ ഇതേപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് കുറേ ദിവസം കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ അടുത്തൊരു ടിപ്പ്, ഇതേപോലെ സ്റ്റിക്കറൊക്കെ ഉള്ള കുപ്പികളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിത് ഫ്രഷായിട്ട് ഇത് പറിച്ചെടുക്കുമ്പോൾ പോരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടിപ്പാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ചൂടുവെള്ളവും അതേപോലെ തന്നെ സോഡാപ്പൊടിയും ഇട്ടിട്ട് അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിക്കർ പോയിട്ട് ഇതേപോലെ ഫ്രഷായിട്ട് നമുക്ക് കുപ്പി കിട്ടുന്നതായിരിക്കും. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഷ് ബേസിൻ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ക്ലീൻ ആവാനും അതേപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ബാഡ് സ്മെല്ലുകളും അതേപോലെ ഇതിൻ്റെ അകത്തുള്ള കെട്ടിക്കിടക്കുന്ന അഴുക്കുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, മുമ്പൊരു വീഡിയോയിൽ ഇതേപോലെ അല്ലായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണ്. നമ്മൾ കുറച്ച് സോഡാപ്പൊടി എടുത്തിട്ട് ഇതിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം വിനാഗിരി ഒന്ന് തെളിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കണം, അത് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയം വെക്കണം. അപ്പോൾ ഞാൻ ആ വെള്ളം തിളക്കുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു സോഡാപ്പൊടിയും വിനാഗിരിയും ഒന്ന് എല്ലായിടത്തും ഒന്ന് ഉരച്ച് കൊടുക്കുകയാണ്. കുറച്ച് ഡിഷ് വാഷും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്നാകുന്ന രൂപത്തിൽ ഉരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി നമ്മൾ ആ സിങ്കിലേക്ക് എന്ത് ചെയ്യണം, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് അവിടെ വെച്ചിട്ട് വേണം സിങ്ക് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ 10 മിനിറ്റ് നേരം. അപ്പോഴത്തേക്ക് നമ്മുടെ കൈ കഴുകുന്ന വാഷ് ബേസിൻ ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്.
അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ വാഷ് ബേസിനിൽ നിന്നൊക്കെ ബാഡ് സ്മെല്ല് വരാതിരിക്കുകയും അതേപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് അകമൊക്കെ ഇരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇതാ നമ്മുടെ വാഷ് ബേസിനൊക്കെ നല്ലതുപോലെ വെട്ടി തിളങ്ങുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ ഈ ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ വിനാഗിരിയും തിളച്ച വെള്ളമൊക്കെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ലാസ്റ്റ് ഡിഷ് വാഷ് ഇട്ട് ചെറുതായിട്ടൊന്ന് ഉരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ വാഷ് ബേസിനുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കെട്ടി കിടക്കുന്ന അഴുക്കുകളൊക്കെ പോവുകയും നമ്മുടെ വെള്ളം നല്ലതുപോലെ പോവാനും ഒക്കെ സഹായിക്കുന്നതാണ്. പിന്നെ ബാഡ് സ്മെല്ല് വരാതിരിക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യണേ. പിന്നെ ഇതാ നമ്മുടെ വാഷ് ബേസിനും ചെറുതായിട്ടൊന്ന് ഡിഷ് വാഷ് കൊണ്ട് തേച്ച് കഴുകിയിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇതിൻ്റെ അകത്തൊക്കെ നല്ല എന്താ പറയുക ഗ്ലേസിങ് ഉണ്ട് കേട്ടോ കാണാൻ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ നല്ലൊരു ശുദ്ധവായു കിട്ടാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ്. ഇനി നമ്മുടെ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിലമൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസമോ അല്ലെങ്കിൽ അന്നോ തുണിയൊക്കെ കഴുകിയിട്ട് കംഫർട്ട് മുക്കിയ വെള്ളം ഉണ്ടല്ലോ അത് എടുത്ത് വെക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ഈ നിലമൊക്കെ തുടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കംഫർട്ടിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടുകയും അതിലൂടെ നമ്മൾ ഈ മോപ്പൊക്കെ ഉണ്ടല്ലോ അത് നല്ല ക്ലിയർ ആയിട്ട് നല്ല സ്മെല്ലോട് കൂടി ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് എത്ര പേര് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് മറക്കാതെ നമുക്കൊരു ലൈക്ക് തരാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണിൽ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആക്കിയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.